കൂട്ടുകാരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചാമ്പങ്ങ മരം ഉണ്ടേ. ചാമ്പങ്ങ മരത്തിൽ നിന്ന് പറിച്ച ഇതൊക്കെ നല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴു കാണും. പുഴു ഇല്ലാത്തതൊക്കെ നോക്കി പറിക്കണം. നല്ല പുളിയുണ്ട്, അതുപോലെ തന്നെ മധുരമുണ്ട്. ഉണ്ടോ? ഇതിൻ്റെ ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണേ ഇത്. പിന്നെ കണ്ണിന് തിമിരം വരുമ്പോഴൊക്കെ തിമിരം വരാതിരിക്കും ഇത് ദിവസവും. ഇത് ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ടല്ലോ, ഉണ്ടാകുന്ന സീസൺ. ആ സീസണിൽ ഈ സാധനം നമുക്ക് പറ്റും പോലെയൊക്കെ തിന്നുവാണെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ല, കണ്ണിന് തിമിരം വരാതിരിക്കും. പിന്നെ അങ്ങനെ ഒത്തിരി ഗുണഗണങ്ങളുള്ള ഒരു സാധനം ഇത്. പക്ഷെ നമുക്കാർക്കും അറിയത്തില്ല ഈ ചാമ്പങ്ങ കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കാവുന്നു. ഇതും കൊണ്ട് അച്ചാറിടാം, അതുപോലെ തന്നെ വൈനിടാം. അതുപോലെ കുഞ്ഞു പിള്ളേർക്ക് ചോരഞ്ചൽ ഒഴിച്ചിലൊക്കെ വരുവാണെങ്കിൽ ഇതുണ്ടോ വെള്ളം, നല്ല വെള്ളമുള്ള സാധനം അതാണ്. അപ്പോൾ വെള്ളം ഈ ചാമ്പങ്ങ കൊടുത്താൽ മതി പിള്ളേർക്ക്. ഒഴിച്ചിലും പയറ്റിന്ന് എപ്പോഴും പോവുക ചെയ്യുവാണെങ്കിൽ ചാമ്പങ്ങ തിന്നുന്ന പിള്ളേരാണെങ്കിൽ ഈ ചാമ്പങ്ങ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കാൻ നല്ല നല്ല ഇതുപോലെ ഒരു കുപ്പി സാധനം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം എന്തെങ്കിലും ഇട്ടിട്ട് ഇച്ചിരി കരിയാമ്പോ കറുവപ്പട്ടയൊക്കെ എല്ലാം ഇട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കി, സൂപ്പറായിട്ട് നല്ലൊരു ഇളം കള്ള് പോലെ തന്നെ ഉണ്ടാവും എടുത്ത് കുടിച്ചാൽ. അങ്ങനെ പിന്നെ അച്ചാറിടാൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് നമുക്കറിയാൻ പാടില്ലാണ്ട് ഇതൊക്കെ നല്ല പോഷകഗുണമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഉണ്ടോ? നല്ല പുളിയുണ്ട്, അതുപോലെ തന്നെ മധുരമുണ്ട്. അപ്പോൾ നല്ല സാധനം, ഇതൊന്നും കളയരുത്. ഇതെല്ലാം ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നും പറ്റിയല്ല. എങ്കിലും നമ്മൾ കാണുന്നതെല്ലാം പിള്ളേരെയൊക്കെ തീറ്റിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ല സാധനമെന്ന് പറഞ്ഞാൽ അവർ ഈ കടയിലെ സാധനങ്ങൾ, ലേസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ മേടിച്ച് തിന്നാൽ അവർക്ക് അതാണ് ഇഷ്ടം. പക്ഷെ അതല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിള്ളേരെ തീറ്റിച്ച് കൊടുക്കുന്നത് അതാണ് നല്ലത്. ഒത്തിരിയേറെ ഗുണഗണങ്ങളുള്ള സാധനങ്ങളാണ്. ഓക്കെ.